Dear students, welcome to a new lecture. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്താണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതോടൊപ്പം തന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും മെട്രിക്സും തമ്മിലുള്ള ഒരു ബന്ധം, അതായത് മെട്രിക്സിൽ നിന്ന് നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേഷൻസും പ്രൊജക്ഷൻസും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് സെറ്റുകൾ, ആ സെറ്റുകളാണ് കേർണലും റേഞ്ചും. റേഞ്ചിനെ പറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കേർണലിനെ പറ്റിയും ഡിസ്കസ് ചെയ്യും. അപ്പം ഈ മൊഡ്യൂളിൽ, ഈ ലെക്ചറിൽ നമ്മൾ പ്രൈമറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് സെറ്റുകളെ പറ്റിയും അതിൻ്റെ ഡയമെൻഷൻസ് ആണ് റാങ്കും നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം അതിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് സെറ്റുകളെ പറ്റി പഠിക്കുക, അതെങ്ങനെ കണ്ടെത്തും എന്നതിനെ പറ്റി പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ഒന്ന് രണ്ട് റിസൾട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ്, let T from V to W be a linear transformation where V and W are vector spaces. Then the kernel of T is a set which is set of all V element of the vector space V, which is the domain. T of V is equal to 0. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ കെ ഇ ആർ ഓഫ് ടി എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണ്, അല്ലെങ്കിൽ വിയുടെ ഒരു സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റിന്റെ പ്രത്യേകത, ആ സബ്സെറ്റിന്റെ അകത്തെ എല്ലാ എലമെന്റ്സിന്റെയും ഇമേജ് ഐഡന്റിറ്റി ആയിരിക്കണം. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ അകത്തെ ഐഡന്റിറ്റിയാണ്. അപ്പൊ ഇത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക, ഇത് വിയുടെ ഒരു സബ്സെറ്റ് ആണ് കേർണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന വിയുടെ എലമെന്റ്സിന്റെ കളക്ഷനെയാണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ എന്ന് വിളിക്കുന്നത്. എപ്പോഴും നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത റിസൾട്ട് ആണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രോപ്പർട്ടിക്കകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത റിസൾട്ട് ആണ് ടി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എപ്പോഴും സീറോ ആണ്. അതായത് സീറോ എന്ന് പറഞ്ഞ എലമെന്റ് എപ്പോഴും കേർണലിന്റെ അകത്തെ എലമെന്റ് ആണ്. അഥവാ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കേസിൽ കേർണൽ എപ്പോഴും നോൺ എംപ്റ്റി ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിസൾട്ട് കേർണൽ ഒരു സബ്സ്പേസ് ആണെന്നുള്ളതാണ്. അത് ഞാൻ നോട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വിൽ എസ്റ്റാബ്ലിഷ് ദാറ്റ്. ഓക്കെ, ഇനിയും കേർണൽ ഒരു സബ്സ്പേസ് ആണെന്ന് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേർണലിന് ഒരു ഡയമെൻഷൻ കാണും. അതായത് കേർണൽ ഒരു ബേസിസ് കാണും. ആ ബേസിസിന് അകത്തെ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് അതിന്റെ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. ആ കേർണലിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു നോഷൻ, കേർണൽ എന്ന് പറയുന്നത് എസെൻഷ്യലി വെക്ടർ സ്പേസിന്റെ ഡൊമൈൻ്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, അതിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിഗർ. ടി ഫ്രം വി ടു ഡബ്ല്യു ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതിന്റെ കോഡൊമൈൻ ആണ് ഡബ്ല്യു. ആ ഡബ്ല്യുവിന്റെ അകത്തെ ഐഡന്റിറ്റി എലമെന്റ് ആണ് സീറോ. അപ്പം കേർണൽ എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് ആണ്. വി എന്ന് പറയുന്നതാണ് ഡൊമൈൻ, സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റിന്റെ പ്രത്യേകത ഏതാണ്? ആ സബ്സെറ്റിന്റെ അകത്തെ എല്ലാ എലമെന്റ്സിന്റെ ഇമേജ് ഈ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും എന്നുള്ളതാണ് കേർണലിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഇനി അടുത്ത ചോദ്യം ഇതാണ്, കേർണൽ എങ്ങനെ ഒരു മെട്രിക്സിന്റെ അകത്ത് തന്നിരിക്കും? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ കേർണൽ എങ്ങനെ നമ്മൾ കണ്ടെത്താൻ സാധിക്കും? നമ്മളിവിടെ പ്രൈമറിലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എൻ ടു ആർ എമ്മിനെ പറ്റിയാണ് നമ്മൾ പ്രൈമറിലി സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കേസിൽ കേർണൽ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നള്ളിറ്റി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടി ഫ്രം ആർ എൻ ടു ആർ എം ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനെ ഒരു മെട്രിക്സിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. ടി എക്സ് ഇസിക്കൽ ടു എക്സ് എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ കേർണൽ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ടി ഓഫ് എക്സിന്റെ ആൻസർ എപ്പോഴും സീറോ ആണ്. ടി ഓഫ് എക്സിന്റെ ആൻസർ സീറോ ആകുന്ന വെച്ചാൽ എക്സ് ഇസിക്കൽ ടു സീറോ ആകുന്ന എക്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എക്സ് ഇസിക്കൽ ടു സീറോ എന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ എക്സ് എന്ന് പറഞ്ഞ, അപ്പൊ ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻസ് ആണ് കേർണലായിട്ട് വരാൻ സാധ്യത. ഓക്കെ, അപ്പം ഈ സിസ്റ്റം എടുക്കുക, എക്സ് ഇസിക്കൽ ടു സീറോ. അപ്പൊ അതിന്റെ അകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യുക, എക്കലോൺ ഫോമിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ അതിന്റെ സൊല്യൂഷൻസ് കിട്ടും. ഇൻഫാക്ട് ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന രീതിയിൽ യൂഷ്വലി കിട്ടാറുള്ളൂ. ഇനി യുണീക് സൊല്യൂഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എക്സ് ഇസിക്കൽ ടു സീറോ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എക്സ് ഇസിക്കൽ ടു സീറോ മാത്രമേ കേർണലിന്റെ അകത്തുള്ളെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ നള്ളിറ്റി സീറോ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻസേ കിട്ടുന്നുള്ളെങ്കിൽ അതിന്റെ അർത്ഥം കേർണലിന്റെ അകത്ത് ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ ഉള്ളതാണ്. ഓക്കെ, ഇതിന് രണ്ട് പോസിബിലിറ്റി വരും. ഒന്നുകിൽ യുണീക് സൊല്യൂഷൻസ് വരാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരാം. അപ്പൊ യുണീക് സൊല്യൂഷൻസ് ആണെങ്കിൽ കേർണലിന്റെ അകത്ത് ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ, നള്ളിറ്റി സീറോയുമാണ്. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന കേസിൽ
ആ സൊല്യൂഷൻസിനെ നമ്മളൊരു പാരാമെട്രിക് ഫോമിലേക്ക് ഇടുന്നു. അതായത് നമ്മൾ കുറച്ച് വേരിയബിൾസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമല്ലോ, ആ വേരിയബിൾസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പം അവിടെ കുറെ വേരിയബിൾസിന് പാരാമീറ്റേഴ്സ് ആയിട്ട് പരിഗണിച്ചിട്ട് കിട്ടുന്ന വെക്ടറിനെ നമ്മൾ ഇതുപോലെ ഒരു T1 V1 പ്ലസ് T2 V2 എക്സെട്ര TK VK എന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ T1 T2 എക്സെട്ര TK ആണ് നമ്മുടെ പാരാമീറ്റേഴ്സ്. അപ്പോൾ V1 V2 എക്സെട്ര VK ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേർണൽ എന്ന് പറയുന്നത് V1 V2 എക്സെട്ര VK സ്പാൻ ചെയ്യുന്ന സ്പേസ് ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് V1 V2 എക്സെട്ര VK എന്ന് പറയുന്ന ഈ സ്പേസിന്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് കേർണൽ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ. സ്റ്റെപ്സ് ആർ ക്വൈറ്റ് സിമ്പിൾ. First, choose that Ax is equal to 0. Now, we have to solve the system Ax is equal to 0 to obtain the solutions. Okay, Ax is equal to 0 എന്ന് പറഞ്ഞ സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യണം. അതിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ആണ് വരിക. ഒന്ന് യുണീക് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. യുണീക് സൊല്യൂഷൻസ് ആണ് കേർണലിന്റെ അകത്ത് ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് ദ 0 എലമെന്റ്. ഇൻ ദാറ്റ് കേസ് ദ കറസ്പോണ്ടിങ് നള്ളിറ്റി ഈസ് 0. ഓക്കെ, ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് വേരിയബിൾസിന് നമ്മൾ പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. അപ്പോൾ ആ പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻസിനെ നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ കിട്ടുന്ന V1 V2 എക്സെട്ര VN ആണ് അല്ലെ VK ആണ് നമ്മളുടെ കേർണലിന്റെ സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ ഡയമെൻഷനെയാണ്, അതിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പൊ ഇനി അടുത്ത രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സെറ്റാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി റേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. സോ ലെറ്റ് T from V to W be a linear transformation where V and W are vector spaces. Then the set of all images of T is called the range of T. അപ്പം വിക്കകത്തെ ഓരോ എലമെന്റിന്റെയും ഇമേജസ് ആണ് TV. ഈ TVകളുടെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ക്ലിയർലി ഡബ്ല്യുവിന്റെ ഒരു സബ്സെറ്റുമാണ്, ക്ലിയർ ആണ്. അപ്പൊ ഇവിടുത്തെ ഓരോ എലമെന്റിന്റെയും ഇമേജ് എടുക്കുക, അത് കോഡൊമൈൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ആ കോഡൊമൈൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ റേഞ്ച് എപ്പോഴും ഡബ്ല്യുവിന്റെ ഒരു സബ് സ്പേസ് ആണ്, സബ്സെറ്റുമാണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇനിയും ഇതൊരു സബ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ബേസിസ് കാണും, അപ്പോൾ അതിനൊരു ഡയമെൻഷൻ കാണും. അതിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ റേഞ്ചിന്റെ ഡയമെൻഷൻ ആണ് റാങ്ക്, കേർണലിന്റെ ഡയമെൻഷൻ ആണ് നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, റേഞ്ച് എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ഇമേജിന്റെ അല്ലെങ്കിൽ കോഡൊമൈന്റെ സബ് സ്പേസ് ആണ്. കേർണൽ എന്ന് പറയുന്നത് ഡൊമൈന്റെ സബ് സ്പേസുമാണ്. രണ്ടും സെയിം വെക്ടർ സ്പേസിന്റെ സബ് സ്പേസ് അല്ല. അപ്പം ഇമേജിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാങ്ക് എന്ന് വിളിക്കുന്നത്. കേർണലിന്റെ ഡയമെൻഷനെയാണ് നമ്മൾ നള്ളിറ്റി എന്നും വിളിക്കുന്നത്. അപ്പൊ പ്രത്യേകമായിട്ടും ഇതിന്റെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ റേഞ്ചിന്റെ സ്പാൻ ചെയ്യുന്ന സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് Tx = Ax എന്നുള്ളതാണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്കിൽ ആ മെട്രിക്സിന്റെ കോളം സ്പേസ് കണ്ടെത്തുക. അതായത് അതിനെ ഒരു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് മാറ്റുക. അപ്പൊ അതിനകത്ത് കുറച്ച് പിവട്ട് എലമെന്റ്സ് കിട്ടും. ആ പിവട്ട് എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് മെട്രിക്സ് എയ്ക്കകത്ത് ചൂസ് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മളുടെ റേഞ്ച് ടിയെ സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ജനറൽ ഐഡിയ. ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. സോ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ Tx = Ax എന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് Rn നിന്ന് Rmലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ആ കേസിലാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷന്റെ കേസിലുള്ള അസോസിയേറ്റഡ് മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ആദ്യം എയെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്ക് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ വെച്ച് അത് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇതിന്റെ അകത്തെ പിവട്ട് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസ്, പിവട്ട് എലമെന്റ് എന്താണെന്ന് നമുക്കറിയാം. പിവട്ട് എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസ് മാത്രം ചൂസ് ചെയ്യുക. ആ പിവട്ട് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് 1ഉം 2ഉം 3ഉം ആണെങ്കിൽ, എന്നിട്ട് തിരികെ പോയിട്ട് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അകത്തെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം ചൂസ് ചെയ്യുക. ഇനി പിവട്ട് എലമെന്റ്സ് ഉള്ള കോളംസ് എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉം ആണെങ്കിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അകത്തെ 1 to 4 കോളംസ് ചൂസ് ചെയ്യുക. ആ 1 to 4 കോളംസിന്റെ അകത്തെ വെക്ടേഴ്സ് ആയിരിക്കും യൂഷ്വലി സ്പാൻ ചെയ്യുന്ന, അതായത് റേഞ്ചിനെ സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എണ്ണമായിരിക്കും ഡയമെൻഷൻ അഥവാ റാങ്ക് ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. അപ്പൊ നമ്മുടെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൂ. ഒന്ന്, റേഞ്ചും കേർണലും സബ്സ്പേസ് ആണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇവിടെ പറയുന്നത് T from V to W be a linear transformation and the kernel of T which is a subspace of V and range of T
വിച്ച് ഇസ് സബ്സ്പേസ് ടു ഡബ്ല്യു സബ്സ്പേസസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൂന്ന് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്താൽ മതി. ഒന്ന്, ഐഡന്റിറ്റി അതിൻ്റെ അകത്ത് എലമെന്റ് ആയിരിക്കണം. രണ്ട്, ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി ടി ഓഫ് യു പ്ലസ് വി ഇസിക്കൽ യുവും വിയും കേർണലിൻ്റെ അകത്തുണ്ടെങ്കിൽ യു പ്ലസ് വി കേർണലിൻ്റെ അകത്ത് വേണം, സിയും കേർണലിൻ്റെ അകത്ത് വേണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ടി ഓഫ് 0 ഇസിക്കൽ ടു 0 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ 0യുടെ ഇമേജ് 0 ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞ എലമെന്റ് കേർണലിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് 0. സോ വിച്ച് മീൻസ് 0 ബിലോങ്സ് ടു കേർണൽ. ഇനി അടുത്തത് യുവും വിയും കേർണലിൻ്റെ അകത്തുണ്ടെങ്കിൽ യു പ്ലസ് വിയും കേർണലിൻ്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ യു കേർണലിൻ്റെ അകത്തുണ്ടെങ്കിൽ ടി ഓഫ് യു 0 ആണ്, വി കേർണലിൻ്റെ അകത്തുണ്ടെങ്കിൽ ടി ഓഫ് വിയും 0 ആണ്. അപ്പൊ ടി ഓഫ് യു പ്ലസ് വി നമുക്കറിയാം ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആണ്. അപ്പം ടി ഓഫ് യുന്റെ ആൻസർ 0 ആണ്, ടി ഓഫ് വിയുടെ ആൻസറും 0 ആയതുകൊണ്ട് 0 പ്ലസ് 0 ബിക്കം 0. അപ്പൊ ടി ഓഫ് യു പ്ലസ് വിയും എന്ത് തന്നെ കിട്ടി, 0 എന്ന് കിട്ടി. വിച്ച് മീൻസ് യു പ്ലസ് വിയുടെ ഇമേജും 0 ആണ്. അതായത് യു പ്ലസ് വി എന്ന് പറഞ്ഞ എലമെന്റും എവിടെയുണ്ട്, കേർണലിന്റെ അകത്തുണ്ട്. അതായത് യുവും വിയും കേർണലിന്റെ അകത്തുണ്ടെങ്കിൽ യു പ്ലസ് വിയും കേർണലിന്റെ അകത്തുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ലാസ്റ്റ് പ്രോപ്പർട്ടി, യു കേർണലിന്റെ അകത്തുണ്ടെങ്കിൽ സിയും കേർണലിന്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ യു കേർണലിന്റെ അകത്തുണ്ടെങ്കിൽ ടി യു ഇസിക്കൽ ടു എന്താണ്, 0 ആണ്. ടി ഓഫ് സിയു എടുക്കുക, അതിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് സി ഇൻറ്റു ടി യു എന്ന് എഴുതാൻ പറ്റും. ടി യുവിന്റെ ആൻസർ 0 ആണ്. സോ സി ഇൻറ്റു 0 ബിക്കം 0. അതായത് സി യുവിന്റെ ഇമേജും എന്ത് തന്നെയാണ്, 0 ആണ്. 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും കേർണലിന്റെ അകത്തുള്ള എലമെന്റ്സ് ആണ്. അഥവാ സി യുവും കേർണലിന്റെ അകത്തുണ്ട്. അഥവാ കേർണലിന്റെ യുവും വിയും കേർണലിന്റെ അകത്തുണ്ടെങ്കിൽ യു പ്ലസ് വിയും ഉണ്ട്. യു കേർണലിന്റെ അകത്തുണ്ടെങ്കിൽ സിയും കേർണലിന്റെ അകത്തുണ്ട്. 0യും കേർണലിന്റെ അകത്ത് എലമെന്റ് ആണ്. സോ വിച്ച് മീൻസ് കേർണൽ ഒരു സബ്സ്പേസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആണ് ഇമേജിന്റെ റേഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം റേഞ്ചിന്റെ അകത്ത് റേഞ്ച് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ 0 റേഞ്ചിന്റെ അകത്ത് എലമെന്റ് ആയിരിക്കണം. നമുക്ക് ഓൾറെഡി അറിയാം ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ 0യുടെ ഇമേജ് 0 ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞ എലമെന്റ് ഒരു ഇമേജ് ആയതുകൊണ്ട് അത് റേഞ്ചിന്റെ അകത്തുണ്ട്. സോ 0 റേഞ്ചിന്റെ അകത്ത് എലമെന്റ് ആണ്. അടുത്ത പ്രോപ്പർട്ടി, യുവും വിയും റേഞ്ചിന്റെ അകത്തുണ്ടെങ്കിൽ യു പ്ലസ് വിയും റേഞ്ചിന്റെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, യു റേഞ്ചിന്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ഏതോ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് യു. അപ്പൊ യുവിനെ നമുക്ക് ടി എക്സ് എന്ന് എഴുതാൻ പറ്റും. വി റേഞ്ചിന്റെ അകത്തുള്ളത് കൊണ്ട് ഏതോ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് വി എന്ന് വിളിക്കുന്നത്. അപ്പൊ ടി ഓഫ് വൈ ഇസിക്കൽ ടു നമുക്ക് വി എന്ന് എഴുതാൻ സാധിക്കും. ഇനിയും യു പ്ലസ് വി നമുക്ക് എവിടെ വേണം, റേഞ്ചിന്റെ അകത്ത് വേണം. അപ്പൊ അത് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം. അപ്പൊ യു പ്ലസ് വി ഇസിക്കൽ ടു ടി എക്സ് പ്ലസ് ടി വൈ ആണ്. ലീനിയാരിറ്റിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ടി ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അതായത് എക്സ് പ്ലസ് വൈയുടെ ഇമേജ് ആണ് യു പ്ലസ് വി എന്ന് വിളിക്കുന്നത്. അപ്പൊ യുവും വിയും റേഞ്ചിന്റെ അകത്തുണ്ടെങ്കിൽ യു പ്ലസ് വി എന്ന് പറഞ്ഞ എലമെന്റും റേഞ്ചിന്റെ അകത്തുണ്ട്. കാരണം അത് എക്സ് പ്ലസ് വൈയുടെ ഇമേജ് ആണ്. സോ അഡിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്തത് വേണ്ട, യു റേഞ്ചിന്റെ അകത്തുണ്ടെങ്കിൽ സി യുവും റേഞ്ചിന്റെ അകത്തുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ യു റേഞ്ചിന്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഏതോ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ്. അപ്പൊ യു ഇസിക്കൽ ടു ടി എക്സ് എന്ന് എഴുതാൻ പറ്റും. നമുക്ക് വേണ്ടത് സി യുവിന്റെ കാര്യമാണ്. സി യു ഇസിക്കൽ ടു സി ഇൻറ്റു ടി എക്സ് എന്ന് എഴുതാൻ പറ്റും. ലീനിയാരിറ്റിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ടി ഓഫ് സി എക്സ് എന്ന് എഴുതാൻ പറ്റും. എക്സ് വെക്ടർ സ്പേസിന്റെ അകത്തുണ്ടെങ്കിൽ സി എക്സും വെക്ടർ സ്പേസിന്റെ അകത്തുണ്ട്. സി എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഇമേജ് ആണ് ഇവിടെ സി യു എന്ന് വിളിക്കുന്നത്. സോ വിച്ച് മീൻസ് ക്ലിയർലി സി യു എന്ന് പറഞ്ഞ എലമെന്റും റേഞ്ചിന്റെ അകത്തുണ്ട്. സോ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ റേഞ്ചും എന്താണ്, സബ്സ്പേസ് ആണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു ഇമേജും റേഞ്ചും സബ്സ്പേസ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിക്കൽ റിസൾട്ട് ആണ് നമ്മൾ പറയുന്നത്, വിച്ച് ഈസ് കോൾഡ് റാങ്ക് നള്ളിറ്റി തിയറം. ഇതിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കേർണൽ എന്ന് പറയുന്നത് വെക്ടർ സ്പേസിന്റെ ഡൊമൈൻ്റെ സബ്സ്പേസ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഇമേജ് കോഡൊമൈൻ സബ്സ്പേസ്, രണ്ട് ഡിഫറൻസ് സ്പേസിന്റെ സബ്സ്പേസ് ആണ്. ഇനി റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നത് ടി എന്ന് പറയുന്നത് വി എന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. വിയുടെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണ്. എന്ന് വെച്ചാൽ വിയെ സ്പാൻ ചെയ്യാൻ ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ് മതി. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് കേർണൽ പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഈസിക്കൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. അതായത് റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസിക്കൽ ടു എന്താണ്, ഡയമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസ് വി ആണെന്നുള്ളതാണ് തിയറം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റാങ്ക് കിട്ടിയാൽ, നള്ളിറ്റി കിട്ടിയാൽ നമുക്ക് റാങ്ക് ഓഫ് ടി കണ്ടെത്താൻ സാധിക്കും. റാങ്ക് ടി കിട്ടിയാൽ നമുക്ക് നള്ളിറ്റിയും കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കേർണൽ എന്ന് പറയുന്നത് വിയുടെ സബ്സ്പേസും റേഞ്ച് എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ സബ്സ്പേസും ആണ്. അപ്പം വിയുടെ സബ്സ്പേസിൽ നിന്നും ഡബ്ല്യുവിന്റെ സബ്സ്പേസിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, വി എന്ന് പറയുന്ന സ്പേസിന്റെ ഫുൾ ഡയമെൻഷൻ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് റാങ്ക് നള്ളിറ്റി തിയറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത്,
Find the kernel of the linear transformation T from R cube to R square defined by the matrix A is equal to 3 minus 1 minus 3 to minus 6 3. അപ്പം ഈ പറഞ്ഞ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ടി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ളതായിരിക്കും. അവിടുത്തെ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണിത്. അപ്പോൾ ഈ പറഞ്ഞ മെട്രിക്സിന്റെ ഡിഫൈൻ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആ കേർണൽ കിട്ടുമ്പോൾ അതിന്റെ ഡയമെൻഷനും കിട്ടും. അപ്പോൾ കേർണൽ സ്പാൻ ചെയ്യുന്ന എലമെന്റ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സ്റ്റെപ്സ് ആലോചിക്കാം. കേർണൽ കണ്ടെത്തണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ടി എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് ആണെങ്കിൽ എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ചൂസ് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് സൊല്യൂഷൻസിനെ ഒരു പാരാമെട്രിക് ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ചൂസ് ചെയ്യുക. സോ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ്റെ അകത്ത് എക്സ് വൈ ഇസഡ് ഉള്ളതുകൊണ്ട് എ എക്സ് എന്ന് പറയുന്നത് എക്സ് മെട്രിക്സ് എ ഇൻറ്റു എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഉള്ളതാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 6 ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 3 ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. സോ ക്ലിയർലി ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്, 2 ഇക്വേഷൻസേ ഉള്ളൂ. സോ നമ്പർ ഓഫ് വേരിയബിൾസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനെക്കാട്ടിലും കൂടുതലാണ്. സോ വിച്ച് മീൻസ് ഇതിന് യുണീക് സൊല്യൂഷൻ അല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണുള്ളത്. സോ ഇവിടെ നമ്പർ ഓഫ് ഇക്വേഷൻസ് മൈനസ് നമ്പർ ഓഫ് വേരിയബിൾസിന് നമ്മൾ കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. ഇവിടെ 3 ഇക്വേഷൻസും 3 വേരിയബിൾസും 2 ഇക്വേഷൻസും ആണുള്ളത്. സോ നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് വെച്ചാൽ 3 മൈനസ് 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് 1 വേരിയബിളിന് നമ്മളൊരു കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. അത് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നമുക്ക് ചൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് എക്സ് മൈനസ് വൈ മൈനസ് 2 ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്നിട്ട് സെക്കൻഡ് ഇക്വേഷൻ ഓൾറെഡി നമുക്കുണ്ട്. നമുക്ക് ഒരു വേരിയബിളിന് കോൺസ്റ്റന്റ് കൊടുക്കണമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഈ 2 ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈ എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്യാൻസൽ ആയിപ്പോവും. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് മൈനസ് എക്സ് ബിക്കംസ് 0, 2y മൈനസ് വൈ ബിക്കംസ് വൈ, 3z മൈനസ് 2z ഇസ് ഈക്വൽ ടു z എന്ന് കിട്ടും. സോ y പ്ലസ് z ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൻ്റെ ഏതെങ്കിലും ഒരു വേരിയബിളിന് നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുക. ഞാൻ ഇസഡ് ഇസ് ഈക്വൽ ടു ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് എന്ന് കൊടുക്കുമ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് എക്സിന്റെ ആൻസറും കിട്ടും. ഓക്കെ, ഉദാഹരണമായിട്ട് എക്സ് മൈനസ് വൈ മൈനസ് 2 ഇസഡ് ഇസ് ഈക്വൽ ടു 0, വൈക്ക് മൈനസ് ഇസഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എക്സ് പ്ലസ് ഇസഡ് മൈനസ് 2 ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആകും. അതായത് എക്സ് മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ കിട്ടിയത്. സോ നമുക്ക് കിട്ടിയത് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഇസഡ് എന്നുള്ളതാണ്, എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിളിന് ഒരു പാരാമീറ്റർ കൊടുക്കുക, അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. കാരണം 3 വേരിയബിൾസും 2 ഇക്വേഷൻസും ആണ്. ഒരു വേരിയബിളിന് നമ്മളൊരു കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാലേ പറ്റത്തുള്ളൂ. ആ പാരാമീറ്റർ ആണ് ടി. അപ്പൊ ഇസഡ് ടി ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് മൈനസ് ഇസഡ് ആയതുകൊണ്ട് മൈനസ് ടി വരും, എക്സ് എന്ന് പറയുന്നത് ഇസഡ് തന്നെ ആയതുകൊണ്ട് ടി തന്നെ വരും. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ടി മൈനസ് ടി എന്ന് പറയുന്നതാണ്. ഇതിനെ ടി ഇൻറ്റു 1 മൈനസ് 1 1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സൊല്യൂഷൻ കിട്ടി, ആ സൊല്യൂഷൻ കിട്ടിയതിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതുക എന്ന രൂപത്തിൽ ടി ഇൻറ്റു സംതിങ് സം വെക്ടർ എന്ന രൂപത്തിൽ എഴുതുക. ഇവിടെ ടി ഇൻറ്റു നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് ടി മൈനസ് ടി എന്ന് പറഞ്ഞ വെക്ടറാണ്. അതിൽ നിന്ന് ടി കോമൺ എടുക്കുമ്പോൾ ടി ഇൻറ്റു 1 മൈനസ് 1 1 എന്ന് കിട്ടും. സോ വിച്ച് മീൻസ് ഈ 1 മൈനസ് 1 1 എന്ന് പറയുന്ന വെക്ടർ സ്പാൻ ചെയ്യുന്നതാണ് നമ്മുടെ കേർണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കേർണൽ എന്ന് പറയുന്നത് 1 മൈനസ് 1 1 എന്ന് സ്പാൻ ചെയ്യുന്ന വെക്ടറാണ്. കേർണൽ ഇതിൻ്റെ അകത്ത് ഒരേ ഒരു വെക്ടറെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ നള്ളിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 1 ഫ്രീ വേരിയബിൾ ഉള്ളത് കൊണ്ട് നള്ളിറ്റി എന്താണ് 1. ഇവിടെ ഒറ്റ ഫ്രീ വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ടാണ് നള്ളിറ്റി 1 ആയത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ കേർണൽ നള്ളിറ്റി ഓഫ് ടി ഫ്രം ആർ raised to 4 to r cube defined by t of x, y, z, w is equal to x plus y plus z plus w, comma y plus z plus w, comma z plus w. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണലും നള്ളിറ്റിയും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചാലഞ്ച്. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ടുള്ള 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 ഇതിൻ്റെ ഇമേജസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമേജസ് എടുക്കുമ്പോൾ 1 0 0 0യുടെ ഇമേജ് എന്ന് പറയുന്നത് 1 0 0 എന്ന് കിട്ടും. അതിനെ കോളമായിട്ട് എഴുതുമ്പോൾ 1 0 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ 0 1 0 0യെ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഇമേജ് എഴുതുമ്പോൾ ഇവിടെ y ഉണ്ട്. സോ 1 1 0 എന്ന് കിട്ടും. സോ അതിൻ്റെ കോളമായിട്ട് എഴുതുമ്പോൾ 1 1 0 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് 0 0 1 0 എഴുതുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഇസഡ് ഉള്ളത് കൊണ്ട് ഇവിടെയും 1 ആകും, ഇവിടെയും ഇസഡ് ഉള്ളതുകൊണ്ട് ഇവിടെയും 1 ആകും, ഇവിടെയും ഇസഡ് ഉള്ളതുകൊണ്ട് 1 ആകും. മൂന്നാമത്തെ കോളം അപ്പോൾ 1 1 1 എന്ന് കിട്ടും. ഇനിയും അടുത്തത് 0 0 0 1 എന്നുള്ളതാണ് എലമെന്റ് എങ്കിൽ നാലാമത്തെ സ്റ്റാൻഡേർഡ് ബേസിൻ്റെ അകത്ത് എലമെന്റ്. സോ അവിടുത്തെ ഇവിടെയും W ഉണ്ട്, ഇവിടെയും W ഉണ്ട്, ഇവിടെയും W ഉണ്ട്. W1 ആയതുകൊണ്ട് 1 1 1 എന്ന് കിട്ടും. സോ അതിനെ നാലാമത്തെ കോളമായിട്ട് എഴുതുക. ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പം സാധാരണ നമുക്ക് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ബേസിസ് തന്നിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസ് എടുക്കുക. R4ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 അതിന്റെ ഇമേജസ് എടുക്കുക. ആ ഇമേജസിനെ നമ്മൾ കോളമായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് AX = 0യുടെ സൊല്യൂഷൻസ് ആണ് നമ്മുടെ കേർണലിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ്. അപ്പൊ ഇവിടെ AX = 0 എന്ന് എടുക്കുക. അപ്പൊ ഇവിടെ X Y Z W എന്ന് പറഞ്ഞ 4 വേരിയബിൾസ് കാണും. സോ A ഇൻറ്റു X Y Z W ചെയ്യുമ്പോൾ X പ്ലസ് Y പ്ലസ് Z പ്ലസ് W = 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ ഈസ് Y പ്ലസ് Z പ്ലസ് W = 0 എന്ന് കിട്ടും. തേർഡ് ഇക്വേഷൻ ഈസ് Z പ്ലസ് W = 0 എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് A എന്ന് പറഞ്ഞ മെട്രിക്സിനെ കോളം മെട്രിക്സ് X Y Z W ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്, 4 വേരിയബിൾസ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് വേരിയബിൾസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഇക്വേഷൻ. സോ വിച്ച് മീൻസ് ഇതിന് യുണീക് സൊല്യൂഷൻ അല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. ഇവിടെയും 4 - 1 = 4 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. 1 വേരിയബിളിന് നമ്മളൊരു പാരാമീറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഇക്വേഷനിൽ നിന്ന് Z = -W എന്ന് കിട്ടും. അത് തൊട്ട് മുമ്പത്തെ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ Y - W പ്ലസ് W = 0 എന്ന് കിട്ടും. അതായത് Y പ്ലസ് 0 = 0 അഥവാ Y = 0 എന്ന് കിട്ടും. ഇനിയും അത് തൊട്ട് Yയുടെ വാല്യൂ ഉണ്ട്, Zന്റെ വാല്യൂ ഉണ്ട്, Wന്റെ വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ X പ്ലസ് 0 മൈനസ് W പ്ലസ് W = 0 എന്ന് കിട്ടും. അഥവാ X പ്ലസ് 0 = 0 എന്ന് കിട്ടും. അതായത് Xന്റെ വാല്യൂ 0 കിട്ടും. സോ നമുക്ക് ഒരു വേരിയബിളിന് കോൺസ്റ്റന്റ് പാരാമീറ്റർ കൊടുക്കാൻ പറ്റും ഇവിടെ. കാരണം 4 ഇക്വേഷനും 4 വേരിയബിൾസ് 3 ഇക്വേഷനും ഉള്ളത് കൊണ്ട്. സോ 4 - 1 = 4 - 3 = 1 ആണ്. സോ ഇവിടെ W എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ T എന്ന് പറയുന്ന പാരാമീറ്റർ കൊടുക്കുന്നു. അപ്പോൾ Z = -W ആയതുകൊണ്ട് Z ബിക്കംസ് -T. സോ Yയും Xും എന്ത് തന്നെയാണ്, 0 തന്നെ ആയതുകൊണ്ട് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 0 അല്ലെങ്കിൽ 0 0 -T എന്നുള്ളതാണ്. അതിൽ നിന്ന് T കോമൺ എടുക്കുമ്പോൾ 0 0 -1 1 എന്ന് കിട്ടും. സോ ഇതാണ്, ഈ വെക്ടറാണ് നമ്മുടെ കേർണലിനെ സ്പാൻ ചെയ്യുന്ന വെക്ടർ. സോ അതിന്റെ നള്ളിറ്റി എന്ന് പറയുന്നത് കേർണലിന്റെ അകത്ത് ഒരേ ഒരു എലമെന്റ് ഉള്ളത് കൊണ്ട് അതിന്റെ നള്ളിറ്റി എന്ന് പറയുന്നത് 1 തന്നെ കിട്ടും. സോ ദിസ് ഈസ് ദ വേ നമ്മൾ കേർണലുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. So find the kernel and nullity of T from R cubed to R square defined by T of x y z is equal to x plus 2y plus z 2x plus 4y plus 2z. ഈ പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണലും നള്ളിറ്റിയും കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ബേസിസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് 1 0 0, അടുത്തത് 0 1 0, അടുത്തത് 0 0 1. അതിന്റെ ഇമേജസ് എടുക്കുക. അതിന്റെ ഇമേജ് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ 1 0 0യുടെ ഇമേജ് എന്ന് പറയുന്നത് 1 2 എന്ന് കിട്ടും. കാരണം എക്സിന്റെ അവിടെ 1 ആക്കുക എന്നുള്ളതാണ് ഐഡിയ. വൈയും സെഡും 0 ആണ്. സോ 1 0 0യുടെ ഇമേജ് 1 2. അപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 2 എന്ന് കിട്ടും. ഇനി അടുത്ത 0 1 0യുടെ ഇമേജ് എന്ന് പറയുന്നത് വൈയുടെ സ്ഥാനത്ത് 1 ആക്കുക. അപ്പൊ ഇവിടെ 2y എന്നുള്ളത് 2 ആകും, ഇവിടെ 4y എന്നുള്ളത് 4 ആകും. സോ സെക്കൻഡ് കോളം എന്നുള്ളത് 2 4 ആകും. ഓക്കെ, നെക്സ്റ്റ് ഈ 0 0 1ന്റെ ഇമേജ് കണ്ടെത്തുക. 0 0 1ന്റെ ഇമേജ് ഇവിടെ ഇസഡിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, ബാക്കി രണ്ടും 0 ആക്കുക. സോ
ദിസ് ഈസ് 1, 2 എന്ന് കിട്ടും. സോ തേർഡ് കോളം ഈസ് 1, 2. സോ നമുക്ക് ടി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന രൂപത്തിലുള്ള മെട്രിക്സ് കിട്ടി. എയുടെ വാല്യൂ ഈ മെട്രിക്സ് ആണ്. ഇനി നമുക്ക് കേർണൽ കിട്ടാൻ വേണ്ടി എ എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻസ് ആണ് വേണ്ടത്. സോ എ ഇൻറ്റു എക്സ് വൈ ഇസഡ്, ഇവിടെ R3 നിന്നായതുകൊണ്ടാണ് 3 വേരിയബിൾസ് എടുത്തത്. എക്സ് വൈ ഇസഡ്, എ എക്സ് ഇസിക്കൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. എക്സ് പ്ലസ് 2y പ്ലസ് ഇസഡ് ഇസിക്കൽ ടു 0, 2x പ്ലസ് 4y പ്ലസ് 2z ഇസിക്കൽ ടു 0 എന്ന് കിട്ടും. ആക്ച്വലി ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആക്ച്വലി സെക്കൻഡ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും എസെൻഷ്യലി സെയിം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ എഴുതുമ്പോൾ R2 മൈനസ് 2R1 എടുക്കുമ്പോൾ സെക്കൻഡ് റോ കംപ്ലീറ്റ്ലി എന്താകും? 0 ആകും. സോ ആക്ച്വലി ഇവിടെ രണ്ട് ഇക്വേഷൻ ഇല്ല, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. കാരണം സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. സോ ദ ഓൺലി ഇക്വേഷൻ ഈസ്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഓൺലി ഇക്വേഷൻ ഈസ് എക്സ് പ്ലസ് 2y പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്, ഒറ്റ ഇക്വേഷൻസേ ഉള്ളൂ. സോ 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 വേരിയബിൾസിന് നമ്മൾ കോൺസ്റ്റൻസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അതായത് 2 ഫ്രീ വേരിയബിൾസ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2y മൈനസ് ഇസഡ് എന്ന് എഴുതുക. എന്നിട്ട് രണ്ട് വേരിയബിൾസ് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. y ഈസിക്കൽ ടു ഒരു വേരിയബിൾ എസ് എന്നും z ഈസിക്കൽ ടു ടി എന്നും കൊടുക്കുക. സോ എക്സ് ഈസിക്കൽ ടു മൈനസ് 2s മൈനസ് ടി എന്ന് കിട്ടും. സോ നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് മൈനസ് 2s മൈനസ് ടി, വൈയുടെ വാല്യൂ എസ് ആണ്, ഇസഡിന്റെ വാല്യൂ ടി ആണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മൈനസ് 2s മൈനസ് ടി, പിന്നെ എസ്, പിന്നെ 0 എന്നുള്ളതാണ്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. എസിന്റെ കോഎഫിഷ്യൻസ് എല്ലാം ഒരു സൈഡും ടിയുടെ കോഎഫിഷ്യൻസ് എല്ലാം ഒരു സൈഡും. ഓക്കെ, എസിന്റെ കോഎഫിഷ്യൻസ് വെച്ചാൽ മൈനസ് 2 1 0 ആണ്. ടിയുടെ കോഎഫിഷ്യൻസ് മൈനസ് 1 0 1 ആണ്. കാരണം ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കൂ, മൈനസ് 2s മൈനസ് ടി കിട്ടും, പിന്നെ എസ് ടി എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. സോ അതിനെ എസിന്റെയും ടിയുടെ ടേംസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വെക്ടർ ആക്കി മാറ്റുക. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ച രണ്ട് ഫ്രീ വേരിയബിൾസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വെക്ടേഴ്സ് കിട്ടും. സോ ഈ രണ്ട് വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ് ആണ് നമ്മളുടെ കേർണലിന്റെ സ്പേസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ കേർണൽ എന്ന് പറയുന്നത് ഇസ് എ വെക്ടർ സ്പേസ് സ്പാൻഡ് ബൈ ദ വെക്ടർ മൈനസ് 2 1 0 മൈനസ് 1 0 1 എന്ന് കിട്ടും. സോ അതിന്റെ ഡയമെൻഷൻ, രണ്ട് വെക്ടേഴ്സ് അവിടെ ഉണ്ട്, അതിന്റെ ഡയമെൻഷൻ എന്താണ്? 2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഫ്രീ വേരിയബിൾസ് ആണ് കൊടുത്തത്. അപ്പൊ നള്ളിറ്റിയും എന്ത് തന്നെ കിട്ടി? 2 തന്നെ കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഫ്രീ വേരിയബിൾസ് കൊടുക്കുമ്പോൾ ആ രണ്ട് ഫ്രീ വേരിയബിൾസിന്റെ ടേംസിൽ വെക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഫസ്റ്റ് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് എല്ലാം കൂടി ഒരു വെക്ടർ ആക്കുക, കോളം വെക്ടർ ആക്കുക. സെക്കൻഡ് വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ അടുത്ത വെക്ടർ ആക്കുക. എന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സ് ആണ് കേർണലിനെ സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സ്. അതിന്റെ എണ്ണമാണ് നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് എ പ്രോബ്ലം ഫോർ യു. സോ അടുത്ത വീഡിയോ കണ്ടന്റ്സിൽ നമ്മൾ റേഞ്ച് കണ്ടെത്തുന്ന ചില പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.